പരിപൂർണമായിട്ടും ഉറപ്പാണ് അടുത്ത ഊഴം LDF-ൻ്റെതായിരിക്കും. മൂന്നാം വട്ടം എന്നുള്ള ഒരു ക്യാമ്പയിനാണ് ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് അസാരസ്യങ്ങളൊന്നും ഇല്ലാതെ UDF-ഉം അവരും മികച്ച പ്രതീക്ഷയിലാണ്. ഒരു മന്ത്രിമാരെ വരെ തീരുമാനിച്ചു കഴിഞ്ഞു മണ്ണാർക്കാടൊക്കെ. അപ്പോൾ ആ അവസ്ഥയിലാണ് അവരും. പ്രതീക്ഷയ്ക്കൊക്കെ അവകാശമുണ്ട്, അത് ആർക്കും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ തീരുമാനം അതല്ല. ഇന്നോടെ പറഞ്ഞേക്കാം, കനകോലുവിൻ്റെ വാക്ക് കേട്ടത് പ്രതീക്ഷിക്കുന്നത്. കനകോലുവിൻ്റെ വാക്കിൻ്റെ വില എല്ലാവർക്കും മനസ്സിലായി. കനകോല് പറയിപ്പിച്ചവരെ കൊണ്ട് ആദ്യം സതീശൻ്റെ ജാഥ സമാപിക്കുമ്പോഴത്തേക്കും എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കുമെന്ന് പറയാൻ കനകോല് പറഞ്ഞു കൊടുത്തു. സതീശൻ എല്ലായിടത്തും പറഞ്ഞു. ഒളിഞ്ഞു പാളിയസായി പോയി. ജാഥ കഴിഞ്ഞിട്ട് പിന്നെയും ദിവസം വേണ്ടി വന്നു പട്ടിക പൂർത്തിയാക്കാൻ. ഞങ്ങളെന്താ ചെയ്തത്? CPI LDF ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ്സ് മിനിറ്റിലല്ല CPI എല്ലാവരുടെയും പേര് പ്രഖ്യാപിച്ചു. അത് ഇടതുപക്ഷം. പക്ഷെ അവർക്ക് യുദ്ധം വേണ്ടി വന്നു, സമരം, തമ്മിലടി, ബഹളം എല്ലാം വേണ്ടി വന്നു. അവസാന ദിവസമാണ് എന്തോ കാണിച്ചു കൂട്ടി ഉണ്ടാക്കിയത്. ആ പ്രശ്നങ്ങൾ ആ ഒരു പാഠം പഠിച്ചു. സാമാന്യബോധം ഉണ്ടെങ്കിൽ ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ കോൺഗ്രസിൽ നേതാക്കന്മാർ, സതീശൻ പ്രത്യേകിച്ചു, ഇതേ കനകോലുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു, 100-ന്റെ മേൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം മതിയാക്കും, ഞാൻ വനവാസത്തിന് പോകുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മണ്ഡലത്തിൽ ആരും ചെയ്യില്ല. ക്രെഡിറ്റ് ആ മണ്ഡലത്തിനെ കാണിച്ചു. ഇപ്പോഴും അദ്ദേഹം ആ വാക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ LDF-ന് വേണ്ടി ഞാൻ പറയുന്നു, സതീശൻ കൂടും ഉടുക്കയും തയ്യാറാക്കി വെക്കണം, പാണ്ഡവം കെട്ടിവെക്കണം. 5-ാം തീയതി അദ്ദേഹത്തിന് പോകേണ്ടി വരും ഈ പറയുന്ന വനവാസത്തിനായി. അതാണ് കേരളത്തിൽ പെട്ടത്. നമ്മളെല്ലാ ഭാഗത്തും പോയി പറയുകയാണ്. സർവേ ഞങ്ങൾക്കുമുണ്ട്. എന്തൊക്കെ സർവേ ഒന്നും മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മാത്രമല്ല, എല്ലാ വീടുകളിലും പോയി എല്ലാ വോട്ടർമാരെയും കണ്ട സർവേകളുടെ ഞങ്ങൾക്ക് LDF-ന് ഒരു വട്ടമല്ല, 1, 2, 3, 4 വട്ടം ഓരോ വീട്ടിലും പോയി വോട്ടർമാരെ കണ്ട് നടത്തിയ സർവേയാണ് ഞങ്ങളുടെ ബലം. ആ ബലം ഞങ്ങൾക്കേ ഉള്ളൂ. അത് വേറൊരു സ്ഥലത്ത് പേരെന്തായിരിക്കും, അതിന് പേര് വേറെ എന്തായിരിക്കും, സ്ക്വാഡെന്നായിരിക്കും. ഞങ്ങളെല്ലാ വോട്ടർമാരെയും കണ്ടവരാണ്. അതിൻ്റെ ഉറപ്പിൽ പറയുന്നത് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ പറ്റും അടുത്ത ഭരണം സീറ്റ് കംഫർട്ടബിൾ ആയിരിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. വയനാട് ഫണ്ടിലെല്ലാം പണം അപഹരിച്ചു എന്നുള്ള വ്യാപകമായ പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. കോൺഗ്രസ് വ്യാപകമായിട്ട് പണം പിരിച്ചു, പക്ഷേ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ആ കണക്ക് ടാലി ആവുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇടതുപക്ഷം. ഇടതുപക്ഷമല്ല, കണക്കിൽ പക്ഷമില്ല. കണക്കിൽ ഇടതും പക്ഷമില്ല, ആ പക്ഷമില്ല. LDF-ല്ല UDF കണക്കാണ്. 1, 1, 2 4 + 1 5 5, 5, 10 അതാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ബാക്കിയാണ്. വയനാട്ടിലെ പാവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടുത്തെ കണ്ണീരും ദുരിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ച ആ പണം അവിടെ പോയി. കണക്കെവിടെ? ആ പണമെവിടെ? ആ കണക്കെവിടെ ആണ് ചോദ്യം. പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പണത്തിൻ്റെ പോലും കണക്കില്ലാത്ത കോൺഗ്രസ്. കണക്കിൽ തൊട്ടാൽ കള്ളത്തരം കെട്ടുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഭരണത്താക്കോൽ ഏൽപ്പിച്ചാൽ ഉറപ്പാണ് അവിടെയും കക്കലുണ്ടാകും, കള്ളത്തരം കാണിക്കും. അതൊക്കെ അറിയാൻ ജനങ്ങൾ. ആ വ്യത്യാസമുണ്ട്. എന്നാൽ അമിത്ഷാ പറഞ്ഞു അവർ തിരിച്ചു വരും, അവർ ഭരണത്തിൽ വരും, അവർ കണക്കൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോട് എന്ത് പ്രതികരിക്കും? അങ്ങനെ പ്രതികരിക്കും? അത് കേട്ട BJP-ക്കാർ ചിരിക്കുന്നുണ്ടാവും. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം, മണ്ണാർക്കാടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ UDF മന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മന്ത്രിയാക്കി കഴിഞ്ഞു വരുന്ന നേതാക്കന്മാരെല്ലാം UDF-ലെ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ. അപ്പോൾ അതിനോട് CPI-യുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ എന്ത് പറയുന്നു? അതെന്ത് പറയും? MLA ആയിട്ട് മണ്ണാർക്കാട്ടിലെ വോട്ടർമാരെ കബളിപ്പിച്ചൊരാൾ, വഞ്ചിച്ചൊരാൾ, ഒരു MLA ചെയ്യേണ്ട മിനിമം പണി ചെയ്യാത്ത ഒരാൾ,
മന്ത്രിയാകാൻ വ്യാമോഹിച്ചാൽ ജനങ്ങൾ പറയും, വോട്ടർമാർ പറയും, ഇപ്പോൾ അദ്ദേഹം ഒരു മണ്ഡലത്തിന് മാത്രം ബാധ്യതയാണ്, അദ്ദേഹത്തെ അകലകലുള്ള ബാധ്യതയാക്കാൻ പാടില്ല എന്ന് വോട്ടർമാർ പറയും. അതൊന്നും ഇത്രയില്ല. ആദ്യം അദ്ദേഹം ജയിക്കണം, ആ കടമ നടക്കില്ല. രണ്ടാമത് UDF ഭരണം കിട്ടണം, ഒരിക്കലും ഉണ്ടാകില്ല. സംഭവിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തുന്നിയാൽ ആ കുപ്പായം അവിടെ ഇരുന്ന് ധരിച്ചു പോകും. വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ട